സഹകരണ സംഘം വഴി നെല്ല് സംഭരണം കർഷകർക്ക് ഉടൻ പണം നൽകലും പാളിപ്പോകുമോ എന്ന ആശങ്കയിൽ കർഷകർ. വരുന്ന സീസൺ മുതൽ PRS അഥവാ പാഡി രസീത് ഷീറ്റ് അടിസ്ഥാനമാക്കി വായ്പകളെ ആശ്രയിക്കുന്നതൊഴിവാക്കി പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ വഴി കർഷകരിൽ നിന്നും നേരിട്ട് നെല്ല് സംഭരിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം. 2002 നെല്ലെടുപ്പ് സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ചുവെങ്കിലും പരാജയപ്പെട്ടതാണ്. അതേസമയം സ്വകാര്യ മില്ലുകളെ സർക്കാർ പൂർണ്ണമായും തള്ളുന്നില്ല. സംഭരണവുമായി ബന്ധപ്പെട്ട് ജനുവരി 11 കൊച്ചിയിൽ മന്ത്രി GR അനിൽ കേരള റൈസ് മില്ലേഴ്സ് അസോസിയേഷനുമായി ചർച്ച നടത്തുന്നുണ്ട്. ചർച്ചയിൽ ധാരണയായാൽ നെല്ലെടുപ്പുമായി മുൻ വർഷങ്ങളിലേതുപോലെ സഹകരിക്കാനാണ് മില്ലുടമകളുടെ ധാരണ. ജില്ലാ താലൂക്ക് തലത്തിൽ സഹകരണ സംഘങ്ങളുടെയും പാടശേഖര സമിതികളുടെയും കർഷകരുടെയും ഓഹരി പങ്കാളിത്തത്തോടെ നോഡൽ സഹകരണ സംഘം രൂപീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിലെ തീരുമാനം. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ കൃഷിക്കാരിൽ നിന്നും നേരിട്ട് നെല്ല് സംഭരിച്ച നോഡൽ സംഘങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതോ ആയ മില്ലിൽ എത്തിച്ച് അരിയാക്കി സപ്ലൈകോക്ക് കൈമാറാനാണ് നിർദ്ദേശം. ഇതിന് ഏറെ മുന്നൊരുക്കം ആവശ്യമാണ്. സഹകരണ സംഘങ്ങൾക്ക് നെല്ലെടുക്കുന്നതിലും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഗുണനിലവാരം ഉൾപ്പെടെ സംഘങ്ങളുടെ ഉത്തരവാദിത്തമായും നെല്ലിൽ നിന്നും നിശ്ചിത അനുപാതത്തിൽ അരി സപ്ലൈകോക്ക് നൽകുകയും വേണം. അരിവിഹിതത്തിന്റെ പേരിലാണ് സർക്കാരും മില്ലുകാരും തമ്മിൽ തെറ്റിയത്. സംഭരിച്ച നെല്ല് സൂക്ഷിക്കാൻ ഭൂരിഭാഗം സംഘങ്ങളിലും സംവിധാനമില്ല. ഗോഡൌൺ വാടകയ്ക്കെടുത്താൽ തന്നെ മഴക്കാലത്ത് കൂടുതൽ ദിവസം സൂക്ഷിക്കാനാവില്ല. സഹകരണ മേഖലയിൽ പാലക്കാട് എലപ്പുള്ളിയിലൂടെ പാടിക്കോയിൽ പോലും നിലവിൽ നെല്ലെടുക്കുന്നില്ല. സഹകരണ സംഘങ്ങൾ വഴി നെല്ലെടുക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ആദ്യം സഹകരണ വകുപ്പ് തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രി പ്രത്യേക താൽപര്യമെടുത്തതോടെയാണ് വകുപ്പ് സമ്മതിച്ചത്. ഇത് യാഥാർത്ഥ്യമാക്കാൻ കടമ്പകൾ ഏറെയാണെന്നാണ് കർഷകരുടെ പക്ഷം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം നടപ്പിലാവണമെങ്കിൽ കടമ്പകൾ ഏറെയുണ്ട്. വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടക്കാത്തതാണ് പ്രധാന കാരണം. നെല്ല് സംഭരിക്കാനും ഗുണനിലവാരം പരിശോധിക്കാനും അരിയാക്കാനുമുള്ള സൗകര്യങ്ങൾ സഹകരണ മേഖലയിലില്ല. പ്രധാന ഉൽപാദന മേഖലയായ പാലക്കാട് മേഖലയിൽ അടുത്ത മാസം കൊയ്ത്ത് സജീവമാകും. സർക്കാരിന്റെ പുതിയ നീക്കത്തിൽ നെല്ലെടുപ്പിലെ ബാധ്യത മുഴുവൻ സംഘങ്ങളുടെ ചുമതലയിൽ വരുമെന്ന ആശങ്കയും സഹകരണ മേഖലയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കാൻ 2 മാസം പോലും ബാക്കിയില്ലാത്തതിനാൽ ഇത് പ്രായോഗികമാകുമോ എന്ന സംശയവും എല്ലാ തലത്തിലുമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.